വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ വിവിധയിടങ്ങളിലായി 400-ലധികം പേർ കുടുങ്ങിക്കിടക്കുന്നതാണ് ഇപ്പോൾ റിപ്പോർട്ട്. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഏഴിമലയിൽ നിന്ന് നാവികസേനാ സംഘം ഉടനെത്തും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് നേവിയുടെ സഹായമായി പ്രവർത്തിച്ചത്. നേവിയുടെ റിവർ ക്രോസിംഗ് ടീമിന്റെ സഹായമാണ് ഇപ്പോൾ ലഭിക്കുക. മുഖ്യമന്ത്രിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫോണിൽ സംസാരിച്ചു. കേന്ദ്രത്തിൽ നിന്നും സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടലിൽ ദുഃഖമുണ്ടെന്നും ദുരന്തത്തിൽപ്പെട്ടവർക്കൊപ്പമാണ് തന്റെ ചിന്തകളെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. ഏഴിമല നാവിക അക്കാദമിയിലെ നേവിയുടെ സംഘം വയനാട്ടിലേക്ക് ഉടനെത്തുമെന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരം. എല്ലാ സന്നാഹങ്ങളും തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പറയാറായിട്ടില്ലെന്നും രക്ഷാദൗത്യം ഊർജിതമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മിക്ക വീടുകളിലും ചെളിയും പാറക്കെട്ടുകളും കൊണ്ട് നിറഞ്ഞെന്ന് ചൂരന്മല വാർഡ് മെമ്പർ CK നൂറുദ്ദീൻ വ്യക്തമാക്കുന്നു. പ്രദേശത്തെ നിരവധി വീടുകൾ കാണാനില്ലെന്ന് നാട്ടുകാർ പറയുന്നു. വെള്ളാമല സ്കൂൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. എല്ലാ സന്നാഹങ്ങളും തയ്യാറാണെന്ന് വിവിധ സർക്കാർ സംവിധാനങ്ങളെ ഉദ്ധരിച്ച് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും പറയാനായിട്ടില്ല. ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തെ രക്ഷാപ്രവർത്തനത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പും അടിയന്തരമായി വയനാട്ടിലേക്ക് എത്തും. സൈന്യത്തിന്റെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് MEG ബാംഗ്ലൂരിൽ നിന്നുമാണ് എത്തുക. ഉരുൾപൊട്ടലിൽ പാലം തകർന്ന സാഹചര്യത്തിൽ ബദൽ സംവിധാനം അടക്കമുള്ള കാര്യങ്ങൾ സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം നടപ്പാക്കും. മുണ്ടക്കൈ മേഖലയിലെ ചൂരൽപാല പാലവും പ്രധാന റോഡുമൊക്കെ തകർന്നിരിക്കുകയാണ്. ഇവിടേക്ക് സൈന്യമെത്തി താൽക്കാലിക പാലം നിർമ്മിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയേക്കും. ദുരന്ത സ്ഥലത്തേക്ക് ഹെലികോപ്റ്ററുകൾ എത്തിക്കാനുള്ള ശ്രമം സംസ്ഥാന സർക്കാർ തുടങ്ങിയിട്ടുണ്ട്. പോലീസിന്റെ ഡ്രോണുകൾ വിന്യസിച്ച് തിരച്ചിൽ നടത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. രക്ഷാപ്രവർത്തനത്തിന് ഡോഗ് സ്ക്വാഡും രംഗത്തിറങ്ങും. ആരോഗ്യവകുപ്പ് ജില്ലാതല കൺട്രോൾ റൂം തുറന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജും അറിയിച്ചു. വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ വയനാട്ടിൽ ജില്ലാതല മീഡിയ കൺട്രോൾ റൂമും തിരുവനന്തപുരത്ത് PRD ആസ്ഥാനത്ത് കേന്ദ്രീകൃത പ്രസ് റിലീസ് വിഭാഗത്തിൽ സംസ്ഥാനതല മീഡിയ കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട്.